Specifications. Specification is defined as a short or detailed description of different part of the work, specifying materials, proportions, quantities, etc. സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഷോർട്ട് ഓർ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ. ഒന്നെങ്കിൽ അതൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും ഓഫ് മെറ്റീരിയൽസിൻ്റെ പ്രൊപ്പോർഷൻസ്, ക്വാണ്ടിറ്റീസ്, എക്സെട്ര. Specification specify the nature and the class of the work, materials to be used in the work, workmanship, etc. is very important for the execution of work. ഇപ്പോൾ സ്പെസിഫിക്കേഷനിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? നേച്ചർ ഓഫ് ദി വർക്ക് ഉണ്ടായിരിക്കും, ക്ലാസ് ഓഫ് ദി വർക്ക് ഉണ്ടായിരിക്കും, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, വർക്ക്മാൻഷിപ്പ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സ്പെസിഫിക്കേഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. The cost of the work depends much on the specification and the specification should be clear. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. നമ്മൾ എസ്റ്റിമേഷനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സ്പെസിഫിക്കേഷനൊക്കെ നമുക്ക് വേണമെന്ന്. അപ്പോൾ കോസ്റ്റ് ഓഫ് ദി വർക്ക് സ്പെസിഫിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സ്പെസിഫിക്കേഷൻ ക്ലിയർ ആയിരിക്കണം. From the study of specifications, one can easily understand the nature of the work and what the work shall be. അപ്പോൾ നമുക്ക് സ്പെസിഫിക്കേഷൻ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അബൌട്ട് ദ നേച്ചർ ഓഫ് ദി വർക്ക്. The specification describes the details of different items of work, the quality of materials, proportion of mortar and workmanship. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്പെസിഫിക്കേഷനിൽ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ഐറ്റംസ് ഓഫ് വർക്ക്, ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ്, ഓൾസോ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, അതിൻ്റെ പ്രപ്പോർഷൻ ഉണ്ടായിരിക്കും, പ്രപ്പോർഷൻ ഓഫ് മോട്ടാർ ആൻഡ് വർക്ക്മാൻഷിപ്പ്. ഇതെല്ലാത്തിനെയും കുറിച്ചുള്ളൊരു ഡീറ്റെയിൽസ് സ്പെസിഫിക്കേഷനിൽ ഉണ്ടായിരിക്കും. The specification of a work should express all the requirements of a work in a clear and brief form, avoiding repetition. അപ്പോൾ നമ്മുടെ ഒരു വർക്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റിക്വയർമെൻറ്റ്സും നമ്മുടെ സ്പെസിഫിക്കേഷനിൽ ഉണ്ടായിരിക്കും. അത് ക്ലിയർ ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, അതേപോലെ റിപ്പീറ്റേഷൻസ് ഉണ്ടാവാൻ പാടില്ല. The clauses of specification should be arranged in the same order in which the work shall be carried out. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്പെസിഫിക്കേഷനിൽ എല്ലാത്തിനെയും കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം അതിൻ്റെ ക്ലോസസ് എന്നാണ് പറയുന്നത്. ആ ക്ലോസസ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് എങ്ങനെയാണോ ക്യാരി ഔട്ട് ചെയ്യുന്നത് അതിൻ്റെ സെയിം ഓർഡറിൽ വേണം നമ്മൾ സ്പെസിഫിക്കേഷനും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ആദ്യത്തെ ഐറ്റം ഓഫ് വർക്ക് ആദ്യം, അത് കഴിഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ്, അങ്ങനെ ആ ഒരു ഓർഡറിൽ വേണം നമ്മൾ സ്പെസിഫിക്കേഷൻ പ്രിപ്പയർ ചെയ്ത് പോകാൻ. The specifications are written in a language so that they indicate what the work should be and word shall be or shall not be used. അപ്പോൾ നമ്മൾ സ്പെസിഫിക്കേഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സർട്ടൻ ലാംഗ്വേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം എന്താണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. പിന്നെ വേർഡ്സ് ഷാൽ ബി ഓർ ഷാൽ നോട്ട് ബി യൂസ്ഡ് ആണ്. Then specification depends on the nature of the work, the purpose for which the work is required, strength of materials, availability of materials, quality of materials, etc. ഇപ്പോൾ സ്പെസിഫിക്കേഷൻ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നേച്ചർ ഓഫ് വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യും, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്യും, അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്യും, ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്യും, അതേപോലെ പർപ്പസ്, വർക്കിൻ്റെ പർപ്പസ് എന്താണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്പെസിഫിക്കേഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ മെയിൻലി സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഷോർട്ട് ഓർ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വർക്ക്, സ്പെസിഫൈയിങ് മെറ്റീരിയൽസ്, പ്രപ്പോർഷൻസ്, ക്വാണ്ടിറ്റീസ്, എക്സെട്ര. ദെൻ നെസസിറ്റി ഓഫ് സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. First one, the cost of unit quantity of work governed by specification. ഇപ്പം നമ്മുടെ വർക്കിൻ്റെ മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ കോസ്റ്റിനെ ഗവേൺ ചെയ്യുന്നത് സ്പെസിഫിക്കേഷനാണ്. Then specification of a work required to describe the quality and quantity of different materials required for a construction work and is one of the essential contract documents.
ഇപ്പോൾ സ്പെസിഫിക്കേഷനിൽ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ വർക്കിൻ്റെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ഡോക്യുമെൻ്റ് ആണ്. Specification serves as a guide to supervising staff of the contractor or owner to execute the work. അപ്പോൾ നമുക്കറിയാം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം അവിടെ ഇപ്പോൾ കോൺട്രാക്ടർക്കും ഓണർക്കും ഒക്കെ നമ്മളൊരു സൂപ്പർവൈസിങ് സ്റ്റാഫ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു ഗൈഡായിട്ട് നമ്മുടെ സ്പെസിഫിക്കേഷൻ ആക്ട് ചെയ്യും. A work is carried out according to its specification and the contractor is paid for the same. Any change in specification changes the tender rate. അപ്പോൾ നമ്മൾ സ്പെസിഫിക്കേഷൻ വെച്ചിട്ടാണ് ഒരു കോൺട്രാക്ടർ അയാളുടെ വർക്ക് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സ്പെസിഫിക്കേഷനിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ടെൻഡർ റേറ്റിലും ചേഞ്ച് വരും. ഓക്കെ, ദെൻ as the rate of work is based on specification, a contractor can calculate the rate of various item of work in a tender with his procurement rate of materials and labor. സോ അപ്പോൾ റേറ്റ് ഓഫ് വർക്ക് നമ്മൾ പറഞ്ഞു നമ്മുടെ സ്പെസിഫിക്കേഷൻ വെച്ചിട്ടാണ് നമ്മുടെ കോസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് വർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഈ സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് കോൺട്രാക്ടർക്ക് എന്ത് ചെയ്യാം, ഓരോരോ വർക്കിൻ്റെ അല്ലെങ്കിൽ വേരിയസ് ഐറ്റംസ് ഓഫ് വർക്കിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, then thus the tender paper without specification of work is baseless, incomplete and invalid. അപ്പോൾ ഒരു ടെൻഡർ പേപ്പറിന് സ്പെസിഫിക്കേഷൻ ഇല്ല എന്നാണെങ്കിൽ അത് ബേസ്ലെസ് ആണ്, ഇൻകംപ്ലീറ്റ് ആണ്, അതേപോലെ അത് ഇൻവാലിഡ് ആണ്. അപ്പോൾ സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിൻ്റെയും റേറ്റ് നമുക്ക് ഈസിലി അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. Specification is necessary to specify the equipments, tools and plants to be engaged for a work and thus enable to procure them beforehand. അപ്പോൾ നമ്മുടെ വർക്കിലേക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ്, ടൂൾസ്, പ്ലാൻസ് അതെല്ലാം നമുക്ക് ആദ്യമേ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അതെല്ലാം നമുക്ക് പ്രൊക്യൂർ ചെയ്ത് വെക്കാൻ പറ്റും. The necessity of specification is to verify and check the strength of materials for a work involved in a project. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ എല്ലാം വെരിഫൈ ചെയ്യാൻ, അതായത് നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാനും അതിൻ്റെ സ്ട്രെങ്ത് ചെക്ക് ചെയ്യാനും എല്ലാം നമുക്ക് സ്പെസിഫിക്കേഷൻ യൂസ് ചെയ്യാം. Specification is an essential contract document and is required for arbitration. പിന്നെ സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ഡോക്യുമെൻ്റ് ആണ്. നമുക്കത് ആർബിട്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സ്പെസിഫിക്കേഷൻ മെയിനായിട്ട് 2 ടൈപ്സ് ആണുള്ളത്, ജനറൽ സ്പെസിഫിക്കേഷൻ ഓർ ബ്രീഫ് സ്പെസിഫിക്കേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ. അങ്ങനെ മെയിനായിട്ട് 2 എണ്ണമാണ് നമുക്ക് സ്പെസിഫിക്കേഷൻ ഉള്ളത്, ജനറൽ ആൻഡ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ. അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് താഴെ നോക്കാം. നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്പെസിഫിക്കേഷൻ ആണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സ്പെസിഫിക്കേഷൻ ഈസ് ടു ഗെറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക്. നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് വർക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് നമുക്ക് യൂസ്ഫുള്ളാണ്. എക്സാമ്പിൾ, ടു കൺസ്ട്രക്റ്റ് എ ഫസ്റ്റ് ക്ലാസ് ബിൽഡിംഗ് it should be essential to know about the material which is going to be used should be as per the requirement for the first class building only specified by IS code. ഇപ്പോൾ ബിൽഡിങ്സിനൊക്കെ ഓരോ ക്ലാസ് ഉണ്ട്, അപ്പോൾ അതിനെപ്പറ്റി നമ്മുടെ IS കോഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബിൽഡിംഗ് ആണ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മൾ IS കോഡ് റെഫർ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് വേണ്ട മെറ്റീരിയൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് വർക്ക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ എന്താണ് ജനറൽ ഓർ ബ്രീഫ് സ്പെസിഫിക്കേഷൻ? നമ്മൾ പറഞ്ഞു 2 ടൈപ്സ് ഉണ്ട്, ജനറലും ഡീറ്റെയിൽഡും. അപ്പോൾ ജനറൽ സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വർക്ക് സ്പെസിഫൈയിങ് മെറ്റീരിയൽസ്, പ്രൊപ്പോർഷൻസ്, ക്വാണ്ടിറ്റീസ് എക്സെട്ര. ഇപ്പോൾ ജനറൽ സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ അതൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് മെറ്റീരിയൽസ്, പ്രൊപ്പോർഷൻസ്, ക്വാണ്ടിറ്റീസ് എക്സെട്ര. And it gives a general idea of the whole work or structure and are useful for preparing the estimate. അപ്പോൾ ഈ ജനറൽ സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഹോൾ വർക്കിനെ പറ്റി ഒരു ജനറൽ ഐഡിയ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാനൊക്കെ അത് ഹെൽപ്ഫുള്ളായിരിക്കും.
General specification gives the nature and class of the work and the materials in general forms to be used in the various parts of the work from the foundation to the superstructure. അപ്പോൾ ജനറൽ സ്പെസിഫിക്കേഷനിൽ എന്തുണ്ട്, നമ്മുടെ വർക്കിൻ്റെ നേച്ചർ ഉണ്ടാവും, ക്ലാസ് ഉണ്ടാകും, അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതിനെക്കുറിച്ചെല്ലാം ഉള്ളൊരു ജനറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കാം. Next one is detailed specification. The detailed specification is a detailed description and express the requirements in detail. അപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടായിരിക്കും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കുക. ജനറലിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും. ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എല്ലാ റിക്വയർമെൻറ്റ്സും നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. The detailed specification of an item of work specifies the quantities and qualities of materials, the proportion of mortar, workmanship, the method of preparation and execution, and the method of measurement. ഇതെല്ലാം എന്തുണ്ടാകും, ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടായിരിക്കും ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനിൽ. ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ്, പ്രപ്പോർഷൻ ഓഫ് മോട്ടാർ, വർക്ക്മാൻഷിപ്പ്, മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് എക്സിക്യൂഷൻ, എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആൻഡ് മെഷർമെൻറ്റ് ഓഫ് വർക്ക് എങ്ങനെയാണ്, അതിനെക്കുറിച്ചെല്ലാം ഉള്ള ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. ദ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ഓഫ് വർക്ക് ആർ പ്രിപ്പയർഡ് സെപ്പറേറ്റ്ലി ആൻഡ് ഡിസ്ക്രൈബ് വാട്ട് ദ വർക്ക് ഷുഡ് ബി ആൻഡ് ഹൗ ദേ ഷാൽ ബി കൺസ്ട്രക്റ്റഡ്. അപ്പോൾ ഓരോ ഐറ്റം ഓഫ് വർക്ക്സിൻ്റെയും ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും എന്തൊക്കെയാണ് വർക്ക്, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ഫോം എ പാർട്ട് ഓഫ് ദി കോൺട്രാക്ട് ഡോക്യുമെൻറ്റ്. ഇപ്പോൾ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് ഡോക്യുമെൻറ്റിൻ്റെ മെയിൻ പാർട്ടാണ്. ദെൻ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ടെസ്റ്റ്, ഇഫ് എനി, റിക്വയർ ഫോർ ദ ഫിനിഷ്ഡ് വർക്ക് ടു എൻഷുർ ദ desired strength or quality are specified in the detailed specification. ഇപ്പം ഇൻ കേസ് നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഫിനിഷിംഗ് ടൈമിൽ എന്തെങ്കിലും ഫിസിക്കൽ, കെമിക്കൽ, ഇലക്ട്രിക്കൽ ടെസ്റ്റൊക്കെ വേണമെങ്കിൽ അതിനെക്കുറിച്ചും നമ്മൾ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനിൽ നമ്മൾ മെൻഷൻ ചെയ്യണം. The type of machinery, equipment and special tools and plants, their methods of operation when involved during execution we described in the detailed description. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനറീസ്, എക്യുപ്മെൻറ്റ്സ്, ടൂൾസ് ആൻഡ് പ്ലാന്റ്സ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഓപ്പറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. ദ മെത്തേഡ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ഫിനിഷ്ഡ് വർക്ക്സ് as required are specified in the detailed specification. പിന്നെ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഫിനിഷ്ഡ് വർക്ക്സിന് വേണ്ടിയിട്ടുള്ള ഡ്യൂറേഷൻ, അതായത് ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ എത്ര ഡ്യൂറേഷൻ വേണം, ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ സ്പെസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക. ദിസ് ഈസ് ഓൾസോ സ്പെസിഫൈ ദ ഇൻവോൾവ്മെൻറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ഓക്സിലറി വർക്ക്സ്, ഇൻസിഡൻറ്റൽ ഡാമേജ് എക്സെട്ര ഡ്യൂറിങ് എക്സിക്യൂഷൻ ഓഫ് ദി ഒറിജിനൽ വർക്ക്. പിന്നെ അതിനകത്ത് ഓക്സിലറി വർക്ക്സിനെ കുറിച്ച് പറയണം. അതേപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇൻസിഡൻറ്റൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയൊക്കെ എങ്ങനെയാണ്, എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനിൽ കൊടുക്കണം. While writing the detailed specification, the same order of sequence as the work is to be carried out is maintained. പിന്നെ നമ്മൾ ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ എഴുതുമ്പം സെയിം ഓർഡർ ഓഫ് സീക്വൻസ് ഉണ്ടായിരിക്കണം, അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകണം. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ് മെയിൻറ്റെയിൻ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ് ഫോർ ഡിഫറെൻറ്റ് ഐറ്റംസ് ഓഫ് വർക്ക്. ദോസ് ആർ ഫോളോഡ് ടു ക്യാരി ഔട്ട് വർക്ക്സ്. പിന്നെ ഇത് വേണ്ട, ഇത് കട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ മുകളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പർപ്പസ് ഓഫ് സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ തന്നെയാണ്, അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്തത്, അത് നിങ്ങൾ എഴുതണ്ട. നെക്സ്റ്റ് വൺ ഈസ് principles of specification. The first one is description of materials. The quality and size of materials required to do an item of work shall be fully described for checking up at the site according to the bindings provided in the specification. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് മെറ്റീരിയൽസിൽ നമ്മൾ ക്വാളിറ്റി
ക്വാളിറ്റി ആൻഡ് സൈസ് ഓഫ് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ സൈറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്പെസിഫിക്കേഷൻ നോക്കിയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഡിസൈഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണോ, നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന അതേ സൈസിലുള്ള മെറ്റീരിയൽസ് ആണോ വന്നിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. The proportion of mixing or treatment of material is required before use shall be clearly described. അതേപോലെ ഇപ്പോൾ മെറ്റീരിയൽസിൻ്റെ പ്രൊപ്പോർഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം 1:2:4 അങ്ങനത്തെ ഓരോരോ പ്രൊപ്പോർഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ പ്രൊപ്പോർഷൻ ഓഫ് മിക്സിങ്, ഓരോ മെറ്റീരിയൽസിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിനെക്കുറിച്ചെല്ലാം സ്പെസിഫിക്കേഷനിൽ ഉണ്ടായിരിക്കണം. അത് ക്ലിയർലി ഡിസ്ക്രൈബ്ഡ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്കിതെല്ലാം ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പൽ, ഡിസ്ക്രിപ്ഷൻ ഓഫ് മെറ്റീരിയൽസ്. പറ്റി മെറ്റീരിയൽസിനെ പറ്റി ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ ഈസ് വർക്ക്മാൻഷിപ്പ്. Complete description of workmanship, the method of mixing to the proportion, the method of laying, preparation of base, compaction, finishing and curing etc. ഇതുപോലെയുള്ള എല്ലാ വർക്ക്സും ഉണ്ടല്ലോ. Specifically applicable to the item of work shall be clearly stated in the different clauses. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ വർക്ക്സിനെ പറ്റിയും ക്ലിയർലി നമ്മൾ സ്പെസിഫിക്കേഷനിലുള്ള ഓരോരോ ക്ലോസസിലും ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം വർക്ക്മാൻഷിപ്പ്. നെക്സ്റ്റ് വൺ ഈസ് ടൂൾസ് ആൻഡ് പ്ലാൻസ്. The tools and plans to be engaged to carry out a work shall be described. The method of operation and by whom to be supplied shall be stated. അപ്പോൾ നമ്മൾ എന്തൊക്കെ ടൂൾസ്, പ്ലാൻസ്, മെഷീനറീസ്, എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. ആരാണത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളും സ്പെസിഫിക്കേഷനിൽ ഉണ്ടായിരിക്കണം. Next one is protection of new work. The method of protection of new work against damage or the method of curing if required, the test of completed work if necessary shall be classified in separate clauses. ഇപ്പോൾ നമ്മളൊരു ന്യൂ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡാമേജ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, വെള്ളം ചെയ്യുന്ന ദിവസം തന്നെ നേരെ വെള്ളം വീഴാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പട്ടിയോ പൂച്ചയോ ഒക്കെ കയറി നടക്കാതിരിക്കാനൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രൊട്ടക്ഷൻ മെത്തേഡ്സ് ഒക്കെ ചെയ്യുമല്ലോ. അങ്ങനെ ഓരോ വർക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് എങ്ങനെയാണ് നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ ക്യൂറിങ്ങിനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്, പിന്നെ വർക്ക് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് അതിനെന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, അതെല്ലാം ഓരോരോ ക്ലോസസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. Next one is expression. While writing a specification, attempt shall be made to express the requirements of the specification clearly and in a brief form, avoiding repetition and unusual words. അപ്പോൾ നമ്മൾ സ്പെസിഫിക്കേഷൻ എഴുതുമ്പം, നമ്മൾ റിട്ടൺ ഫോർമാറ്റിൽ എഴുതുമ്പം അത് ക്ലിയർ ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, റിപ്പീറ്റേഷൻ നമ്മൾ ഒഴിവാക്കണം, അതേപോലെ നമ്മൾ അൺയൂഷ്വൽ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. The style of tense shall remain the same throughout. അപ്പം നമ്മൾ ഏത് ടെൻസിലാണോ എഴുതുന്നത് അത് കംപ്ലീറ്റ് ആ ഒരു ടെൻസിൽ തന്നെ ആയിരിക്കണം നമ്മൾ എഴുതാൻ. The sentence shall be short, simple. ഓരോ സെൻറ്റൻസും ഷോർട്ട് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. As the specifications are the legal documents, terms such as suitable, proper, used and words having more than one meaning shall be avoided. ഇപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് ഡോക്യുമെൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺട്രാക്ട് ഡോക്യുമെൻ്റ് ആണ്. അപ്പം അതൊരു ലീഗൽ ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ അതിനകത്ത് നമ്മൾ വേർഡ്സ് മോർ ദാൻ വൺ മീനിങ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, അതേപോലെ സ്യൂട്ടബിൾ, പ്രോപ്പർ അങ്ങനത്തെ വേർഡ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. Sixth one is clauses of the specification. As far as possible, the clauses shall be arranged in order in which work shall be carried out. അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ, നമ്മൾ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മുടെ വർക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് അതേ ഓർഡറിൽ വേണം നമ്മൾ സ്പെസിഫിക്കേഷനും എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഓരോ ക്ലോസസും എങ്ങനെയാണോ വർക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അതേ ഓർഡറിൽ വേണം നമ്മൾ കൊടുക്കാൻ. ഇത് 6 എണ്ണമാണ് പ്രിൻസിപ്പിൾസ്. Principles of specification: description of materials, workmanship, tools and plans, protection of new work, expression and last one clauses of the specification.
ഇത്രയാണ് നമുക്ക് സ്പെസിഫിക്കേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. എന്താണ് സ്പെസിഫിക്കേഷൻ, അതിൻ്റെ ടൈപ്സ്, ജനറൽ ആൻഡ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ഉണ്ട്, അതിൻ്റെ നെസസിറ്റി ഉണ്ട്, ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് സ്പെസിഫിക്കേഷൻ, ഇത്രയുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നോക്കാനുള്ളത് മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് വർക്ക്. എങ്ങനെയാണ് നമ്മൾ ഓരോ വർക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്, അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക്. Measurement of work occupies a very important place in the planning and execution of any work or project from the time of the first estimate are made until the completion and settlement of payments. അപ്പോൾ മെഷർമെൻറ്റ് ഓഫ് വർക്ക്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് മുതൽ വർക്കിൻ്റെ കംപ്ലീഷനും അതേപോലെ സെറ്റിൽമെൻറ്റ് ഓഫ് പേയ്മെൻറ്റ്സും ചെയ്യുന്നത് വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മെഷർമെൻറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ദ മെത്തേഡ്സ് ഫോളോഡ് ഫോർ ദ മെഷർമെൻറ്റ്സ് ആർ നോട്ട് യൂണിഫോം ആൻഡ് ദ പ്രാക്ടീസസ് ഡിഫർ കൺസിഡറബിളി ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും നമ്മുടെ വർക്ക് മെഷർ ചെയ്യുന്നതിന് ഒരു യൂണിഫോം മെത്തേഡൊന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു യൂണിഫോം പ്രാക്ടീസ് ഇല്ല. ഓരോ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലും അത് ഡിഫറെൻ്റ് ആണ്. ഈവൻ ഇൻ ദ സെയിം സ്റ്റേറ്റ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോളോ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. അപ്പം ഒരേ സ്റ്റേറ്റിൽ തന്നെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്സും അവരുടെ വർക്കിനുള്ള മെഷർമെൻറ്റ്സ് ഓരോ രീതിയിലാണ് ചെയ്യുക. ഫോർ കൺവീനിയൻസ് എ യൂണിഫോം മെത്തേഡ് ഷുഡ് ബി ഫോളോഡ് ത്രൂ ഔട്ട് ദ കൺട്രി. അപ്പോൾ നമ്മളൊരു കൺവീനിയൻസിന് വേണ്ടിയിട്ടൊരു യൂണിഫോം മെത്തേഡ് നമുക്ക് ത്രൂ ഔട്ട് ദ കൺട്രി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ്, ജനറൽ റൂൾസ്. എന്തൊക്കെയാണ് മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് വർക്ക്, ഒരു വർക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജനറൽ റൂൾസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മെഷർമെൻറ്റ് ഷാൽ ബി ഐറ്റം വൈസ് ഫോർ ദ ഫിനിഷ്ഡ് ഐറ്റം ഓഫ് വർക്ക് ആൻഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച് ഐറ്റം ഷാൽ ബി ഹെൽഡ് ടു ഇൻക്ലൂഡ് മെറ്റീരിയൽസ്, ട്രാൻസ്പോർട്ട്, ലേബേഴ്സ്, ഫാബ്രിക്കേഷൻ, hosting, tools and plants, overhead and other incidental charges for finishing the work to the required shape, size, design and specifications. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുമ്പം ഐറ്റം വൈസ് വേണം നമ്മൾ മെഷർ ചെയ്യാൻ. ഇപ്പോൾ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോരോ ഐറ്റം വൈസ് വേണം നമ്മൾ ചെയ്ത് കഴിഞ്ഞ വർക്കാണെങ്കിൽ ആദ്യത്തെ ഒരു ഐറ്റം അത് ആദ്യം മെഷർ ചെയ്യുക, അതിനുശേഷം അടുത്തത് മെഷർ ചെയ്യുക. അങ്ങനെ ഐറ്റം വൈസ് ആണ് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൽ എല്ലാത്തിനെയും പറ്റിയും പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ മെറ്റീരിയൽസ്, ട്രാൻസ്പോർട്ട്, ലേബേഴ്സ്, ഫാബ്രിക്കേഷൻ, ഹോസ്റ്റിംഗ്, ടൂൾസ് ആൻഡ് പ്ലാൻസ്, ഓവർ ഹെഡ് ആൻഡ് അതർ ഇൻസിഡൻ്റൽ ചാർജസ്. അതായത് ഈ വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷൻ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ അത് ഇതെല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടോ, നമ്മുടെ റിക്വയർഡ് ഷേപ്പിലും സൈസിലും ഡിസൈനിലെല്ലാം നമുക്കിത് കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഐറ്റം വൈസ് നമ്മൾ മെഷർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്പെസിഫിക്കേഷനിൽ നമുക്കുണ്ടാവുക. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഒരു വർക്കിൻ്റെ ഓരോ ഐറ്റം ഓഫ് വർക്കിൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് സ്പെസിഫിക്കേഷനിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ഐറ്റം വൈസ് നമുക്കിത് ഓരോന്നും ഫോളോ ചെയ്തിട്ടുണ്ടോ, എല്ലാം നമ്മുടെ റിക്വയർഡ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് മെഷർ ചെയ്യാം. The nomenclature of each item shall be fully described so that the work involved in item as self-explanatory. അപ്പോൾ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം, ഫുള്ളി ഡിസ്ക്രൈബ്ഡ് ആയിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കിപ്പോൾ പെട്ടെന്നൊന്ന് എടുത്തു നോക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. സെക്കൻഡ് വൺ, ഇൻ ബുക്കിംഗ് ഡയമെൻഷൻസ് the order shall be in the sequence of length, breadth, height or thickness. ഇപ്പം നമ്മൾ ഡയമെൻഷൻസ് മെഷർ ചെയ്യുമ്പം അതിന് പ്രോപ്പറായിട്ടുള്ളൊരു സീക്വൻസ് ഉണ്ട്. ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഓർ തിക്നെസ്. അത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ LBH എന്നല്ല എടുക്കുക. അപ്പം അതുപോലത്തെ ഒരു ഓർഡറിൽ വേണം നമ്മൾ ഡയമെൻഷൻസ് എടുത്തു പോവാൻ. All the work shall be measured net subject to following tolerance unless otherwise stated. അപ്പോൾ ടോളറൻസ് ഇതൊക്കെയാണ്, അതായത് ഓരോ ഡയമെൻഷൻസിനും എത്രത്തോളം ടോളറൻസ് വരുന്നുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡയമെൻഷൻ ഷാൽ ബി മെഷേർഡ് ടു ദ നിയറസ്റ്റ് 0.01 മീറ്റർ പെർ ഇതെന്താ എഴുതിയേക്കുന്നത്, അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ, എനിക്ക് ക്ലിയർ ആവുന്നില്ല. in 1 centimeter. Dimension shall be measured to the nearest 0.01. ഇത് നിങ്ങൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ, ഇപ്പുറത്ത് ഇതെന്താ എഴുതിയേക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്.
Then second one, area shall be measured to the nearest 0.01 meter square. ഏരിയൻ്റെ യൂണിറ്റ് നമുക്കറിയാമല്ലോ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ ടോളറൻസ് എന്ന് പറയുന്നത് 0.01 ആണ്. ദെൻ ക്യൂബിക് കണ്ടൻറ്റ് ഷാൽ ബി വർക്ക്ഡ് ഔട്ട് അപ് ടു ദ നിയറസ്റ്റ് 0.01 meter cube. Then same type of work under different conditions and nature shall be measured separately under separated conditions. ഇപ്പോൾ ഒരേ വർക്ക് തന്നെ ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ വന്നെന്നിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസസിൽ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ മെഷർ ചെയ്യണം ഓരോ വർക്കും. ഓക്കെ, പിന്നെ ഇതിൽ ഈ ഡയമെൻഷൻസ് ഇത് 0.01 മീറ്റർ ആവാനാണ് ചാൻസ്. കാരണം ഇത് ലെങ്ത് വൈസ് മെഷർ ചെയ്യുന്നതല്ലേ, അപ്പോൾ അത് മീറ്റർ ആയിരിക്കും. അതിൻ്റെ അപ്പുറത്തൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അതെന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ അടുത്ത് ഇത് കഴിഞ്ഞിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ 4th വൺ പറഞ്ഞു, ജനറൽ റൂൾസ്. നാലാമത്തേതെന്ന് വെച്ചാൽ സെയിം ടൈപ്പ് വർക്ക് തന്നെ ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ വരികയാണെങ്കിൽ, ഡിഫറെൻറ്റ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നേച്ചറിൽ വരികയാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മളത് മെഷർ ചെയ്യണം. ദ ബിൽസ് ഓഫ് ക്വാണ്ടിറ്റീസ് ഷാൽ ഫുള്ളി ഡിസ്ക്രൈബ് the materials, proportions and workmanships and accurately represent the work to be executed. അപ്പോൾ നമ്മൾ ഓരോ വർക്കിൻ്റെയും ബില്ല് എഴുതും. അപ്പോൾ ബിൽസ് ഓഫ് ക്വാണ്ടിറ്റീസ് എന്തായിരിക്കണം? ഈ മെറ്റീരിയൽസ്, പ്രൊപ്പോർഷൻസ്, വർക്ക്മാൻഷിപ്പ് അതിനെക്കുറിച്ചെല്ലാം ഫുള്ളി ഡിസ്ക്രൈബ്ഡ് ആയിരിക്കണം നമ്മൾ ബില്ല് എഴുതുമ്പോൾ. അല്ലെങ്കിൽ നമ്മുടെ വർക്കിൻ്റെ ബില്ലിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ, നമ്മുടെ മെറ്റീരിയൽസ്, പ്രൊപ്പോർഷൻസ്, വർക്ക്മാൻഷിപ്പ് അതിനെക്കുറിച്ചെല്ലാം ഫുള്ളി ഡിസ്ക്രൈബ്ഡ് ആയിരിക്കണം. വർക്ക് വിച്ച് ബൈ ഇറ്റ്സ് നേച്ചർ cannot be accurately taken or which require site measurement shall be described as provisional. Then in case of structural concrete, brickwork or stone masonry, the work under the following categories shall be measured separately and height shall be described. അപ്പോൾ നമ്മൾ സ്ട്രക്ചറൽ വർക്കുകൾ നോക്കുമ്പോൾ ഇപ്പോൾ ബ്രിക്ക് വർക്ക്, സ്റ്റോൺ മാസൺറി അങ്ങനത്തെ ഓരോന്നാണെങ്കിൽ അതിലും നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അതായത് ഓരോ വർക്ക് അതിൻ്റെ ഓരോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓരോരോ ലെവലിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇപ്പം ഫ്രം ഫൗണ്ടേഷൻ ടു പ്ലിന്ത് ലെവൽ, നിങ്ങൾക്ക് ഇങ്ങനെ വീടിൻ്റെ സെക്ഷൻ നോക്കിയാൽ തന്നെ അറിയാലോ. ഫസ്റ്റ് അങ്ങനെയല്ലേ വന്ന് തുടങ്ങുന്നത്, ഫൗണ്ടേഷൻ ടു പ്ലിന്ത് ലെവൽ, അത് കഴിഞ്ഞിട്ട് പ്ലിന്ത് ലെവൽ ടു ഫസ്റ്റ് ഫ്ലോർ ലെവൽ, ദെൻ ഫസ്റ്റ് ഫ്ലോർ ലെവൽ ടു സെക്കൻഡ് ഫ്ലോർ ലെവൽ, അങ്ങനെയാണത് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സ്ട്രക്ചറൽ വർക്കുകൾ അല്ലെങ്കിൽ സ്ട്രക്ചറൽ കോൺക്രീറ്റ് വർക്ക് മെഷർ ചെയ്യുമ്പം ഇത് ഇതേപോലെ ഓരോരോ പാർട്ടായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേണം മെഷർ ചെയ്യാൻ. The parapet shall be measured with the corresponding items. ഇപ്പോൾ പാരപ്പറ്റും അതേപോലെ നമ്മൾ കറസ്പോണ്ടിങ് ഐറ്റംസ് ആയിട്ട് മെഷർ ചെയ്ത് പോവാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിറ്റ്സ്. ദ യൂണിറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് വർക്ക് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ നേച്ചർ, സൈസ് ആൻഡ് ഷേപ്പ്. ഇപ്പോൾ യൂണിറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ നേച്ചറിനെയും സൈസിനെയും ഷേപ്പിനെയും ഒക്കെയാണ്. ഇൻ ജനറൽ ദ യൂണിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ഓഫ് വർക്ക് ആർ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് പ്രിൻസിപ്പിൾ. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ മാസ്, വോളിയംനെസ് ആൻഡ് തിക്ക് വർക്ക് ഷാൽ ബി ടേക്കൻ ഇൻ ക്യൂബിക് യൂണിറ്റ് ഓർ വോളിയം. ഇപ്പോൾ മാസ്, വോളിയംനെസ് വർക്ക് ആണെങ്കിൽ നമ്മളത് ക്യൂബിക് യൂണിറ്റിലാണ് എടുക്കുക. ഇപ്പോൾ മെഷർമെൻറ്റ് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഓർ ഡെപ്ത്ത്, അങ്ങനെയാണ് നമുക്ക് ക്യൂബിക് മീറ്ററിൽ ആ കണ്ടൻറ്റ് കിട്ടുന്നത്. Then shallow, thin and surface work shall be taken in square units or in area. അപ്പോൾ ഷാലോ അല്ലെങ്കിൽ ഭയങ്കര തിന്നായിട്ടുള്ള വർക്കൊക്കെ ആണെങ്കിൽ, അത് എക്സാമ്പിളാണ് പ്ലാസ്റ്ററിങ്. പ്ലാസ്റ്ററിങ്ങിനൊക്കെ നമുക്ക് തിക്നെസ് എത്രയാണ്? അതൊക്കെ തിന്നല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ സ്ക്വയർ യൂണിറ്റ്സിലാണ് എടുക്കുന്നത്. ദ മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓർ ഡെപ്ത് ഷാൽ ബി ടേക്കൻ ടു കമ്പ്യൂട്ട് ദ ഏരിയ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മെയിനായിട്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് എടുക്കുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് അവിടെ തിന്നായിരിക്കും അല്ലേ, അത് നമ്മളധികം കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അതെന്താണ്? സ്ക്വയർ മീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ്. ദെൻ ലോങ് ആൻഡ് തിൻ വർക്ക് ഷാൽ ബി ടേക്കൻ ഇൻ ലീനിയർ ഓർ റണ്ണിങ് യൂണിറ്റ് ആൻഡ് ലീനിയർ മെഷർമെൻറ്റ് ഷാൽ ബി ടേക്കൻ. ഇപ്പോൾ ലോങ് ആയിട്ടുള്ളത്, അതായത് വോളിനൊക്കെ നമ്മൾ ലെങ്ത് അല്ലേ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. നമ്മൾ റണ്ണിങ് മീറ്ററിലാണ് അതെടുത്ത് പോകുന്നത്. ദെൻ പീസസ് ഓഫ് വർക്ക്, അത് നമ്മൾ നമ്പേഴ്സ് ആയിട്ട് എടുക്കുക. നമ്മൾ ആദ്യം ഈ എന്തായിരുന്നു ക്വാണ്ടിറ്റി സർവേൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ എന്താ പറയുക, ഡോർസ്,
വിൻഡോസ്, അങ്ങനത്തെ പീസസ് ഓഫ് വർക്കൊക്കെ നമ്മൾ നമ്പറിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ യൂണിറ്റ്സ് വരുന്നത്. ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുന്നത് ഓരോ വർക്കിൻ്റെയും. അതിൻ്റെ ജനറൽ റൂൾസ് എന്ന് പറയുന്നത് ഐറ്റം വൈസ് വേണം നമ്മൾ എടുക്കാൻ. പിന്നെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് അതേപോലൊരു സീക്വൻസ് നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ കറസ്പോണ്ടിങ് ടോളറൻസുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരേ വർക്ക് തന്നെ ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നേച്ചറിലാണ് നമ്മൾ ചെയ്തതെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ്ലി മെഷർ ചെയ്യണം. പിന്നെ നമ്മൾ മെറ്റീരിയൽസിൻ്റെ ബില്ലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. മെറ്റീരിയൽസ്, പ്രൊപ്പോർഷൻസ്, വർക്ക്മാൻഷിപ്പ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുടെയും. പിന്നെ അതേപോലെ ഓരോരോ വർക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേണം മെഷർ ചെയ്യാൻ. ഇപ്പോൾ സ്ട്രക്ചറൽ കോൺക്രീറ്റ് ഒക്കെ അറിയുകയാണെങ്കിൽ ഇങ്ങനെ ഫൗണ്ടേഷൻ ടു പ്ലിന്ത് ടു ഫസ്റ്റ് ഫ്ലോർ ടു സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ ഓരോരോ കാറ്റഗറീസ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്ത് പോകുന്നത്. പിന്നെ അതിന് യൂണിറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് വർക്ക്. അപ്പോൾ ഇതാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സ്പെസിഫിക്കേഷൻ എന്താണെന്നും ദെൻ മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് വർക്ക് എങ്ങനെയാണെന്നും.